അല്ലു ഹായിദ ഹായ് കാശിമോ ഹായിദ കാശി ഹായ് തന്നെ ഹായ് അല്ലു അല്ല പൂ കഴിക്കണേ എന്നിട്ട് കഴിക്കണേ ആ It's on the bus, go round and round. Wipers on the bus, go. Hello, wipers on the bus, go. Swish, swish, swish. എങ്ങനെയല്ലോ സ്വിഷ് കാണിക്കുക? 3 പേരെയും വെളിച്ചെണ്ണ പറ്റാൻ ഇരുത്തിയപ്പോൾ 3 പേർക്കും പാത്രത്തിൽ ചെറിയത് നമ്മുടെ ചോക്കോ അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ പാലിലിട്ട് കഴിക്കുന്ന കാര്യം സാധനം പാറൂസിന് മേടിച്ചതാട്ടോ. അത് അമ്മമാർക്ക് ഇടയ്ക്ക് ഇങ്ങനെ പാത്രത്തിൽ മിഠായി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം നിർത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ. കുളിച്ച് സുന്ദരനായ കാശിമോനെ സുന്ദരനായ കുളിച്ചിട്ട് കാണിക്കണം അതിനിട്ടാ ചുണ്ടരനായ പൊട്ടൊക്കെ തൊടണ്ടേ? പാപ്പം തിന്നണ്ടേ നീ നെന്നോ? ഹേയ് പാർവതി, ഏയ് എന്താണ് പാർവതി? എവിടെ പോവാണ് പാർവതി? അതെന്താ നിന്റെ വീഡിയോ എടുത്താല്? ഗൈസ് നമ്മളിതേ പിള്ളേരെ ഫുള്ള് കുളിപ്പിച്ച് പാറൂസിനെ കുളിപ്പിച്ച് പാറൂന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ പെടലി വേദന. അപ്പം ഞാൻ ഇന്ന് ലീവായതുകൊണ്ട് ഇങ്ങനെ ഒഴിവ് ദിവസങ്ങളിലാണ് അവളെ നന്നായിട്ട് ഓയിൽ ചെയ്യാറുള്ളത്. ഒക്കെ പുറത്തേക്ക് കയറ് 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 അതിനെങ്കിടാ കയറ് അതിന് കയറ് അതിൽ കയറ് കയറ് കാശി കയറ് കാശി കയറ് പാപ്പം തരാം കയറ് പാറട്ടെ. ഇവന്മാരെല്ലാവരും നമുക്ക് ഡിസ്പെൻസറിയിൽ കൊണ്ടുപോകണം. പാറുവിന് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, മറ്റൊരുക്ക് വൈറ്റമിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ 1 വയസ്സിൽ നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതാണുള്ളത്. അപ്പോൾ അതിന് മുമ്പേ അമ്മ റവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പുട്ട് അങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് റവടയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ആശാത്തി ഇവിടെ ഭയങ്കര മേക്കപ്പിലാണ്, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഏത് നേരം ലിപ്സ്റ്റിക് ഇടും. പക്ഷെ പാറു എവിടേക്കെങ്കിലും പൂവണ്ട സമയമാകുമ്പോൾ അല്ലെങ്കിൽ പൂവണ്ട നേരത്ത് അവൾ ഒന്നും ഇടാൻ കൂട്ടാക്കത്തില്ല. വീട്ടിലിരിക്കുമ്പോൾ എല്ലാതും മോന്തയിലിടും. ഇങ്ങനത്തെ കുറേ പിള്ളേർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം പുട്ട് ഞാൻ പാറൂസിന് കൊടുത്തു, ഇത്തിരി കൊടുത്തു. പാറിന് എപ്പോഴും പരാതി, ഈശ്വര ഇവിടെ പുട്ടുള്ളൂ വേറെ ഒന്നുമില്ലേ എന്നുള്ള പരാതിയായിട്ട് എപ്പോഴും. അപ്പോൾ നമ്മുടെ കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ കുറച്ച് നേരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആദിക്കുട്ടൻ നമ്മുടെ നൈബറാണ് കേട്ടോ. പിള്ളേരുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കും. ആദിക്കുട്ടൻ മാത്രമല്ല കണ്ണനുണ്ട്, കൃഷ്ണനുണ്ടാവും കേട്ടോ. പിള്ളേർക്കൊക്കെ ഇവർ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അവർ നല്ല രീതിയിൽ നോക്കിക്കോളും. നമുക്കിപ്പം അപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോകണമെങ്കിൽ ഞങ്ങൾ പിള്ളേരുടെ അടുത്താക്കിയിട്ട് പോകും. അവർ നല്ല രീതിയിൽ പാറു കുഞ്ഞായിരുന്ന സമയത്ത് പാറുവിനെ ഇവർ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. അതായത് കൃഷ്ണനും കണ്ണനും ആദ്യമൊക്കെ ഇവിടെ വന്നിട്ട് പാറുവിനെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. അപ്പോൾ പാറു വലുതായപ്പോൾ നമ്മുടെ 3 കിടുങ്ങുമണികളെ ഇവർ നോക്കും കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മുടെ കുഞ്ഞുമണികൾക്ക് അവരിങ്ങനെ നന്നായിട്ടിരുന്ന് ഡാൻസൊക്കെ കളിച്ചോളും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാറൂസിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇഞ്ചക്ഷൻ ഉണ്ട്, വൈറ്റമിൻ കഴിക്കാനാണ് പോണേ. അപ്പോൾ പോളിയോ എടുക്കാൻ പോകണമെന്നാണ് ആളുടെ ഒരു വിചാരം. പാറു ഭയങ്കര സീനായിരിക്കും ഗൈസ്. കാരണം ഇത്തിരി മതി, പാറിന് ഒട്ടും സഹിക്കാനും പറ്റില്ല. ഭയങ്കര പേടിത്തൊണ്ടിയാണ്. പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിലേ പോയാൽ പേടിന് കേട്ടോ. വേദന കൊണ്ടായിരിക്കില്ല, പേടി കൊണ്ടായിരിക്കും കുറേ കരയുക. പിന്നെ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുണ്ട്, കാല് കുത്താൻ പറ്റാത്ത വേദന ഉണ്ടാവും, 2 ദിവസം ചുട്ടുപൊള്ളുന്ന പനിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ ആണ് കുത്തിവയ്ക്കാൻ പോകുന്നത്. സാറ്റർഡേ ആൻഡ് സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ജസ്റ്റ് വിടാമല്ലോ, പിന്നെ ക്ലാസ് മിസ്സാവില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ ഭക്ഷണം കഴിക്കുകയാണ്. ചേട്ടനൊക്കെ റവടയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. ചേട്ടൻ മീൻകറിയും കൂട്ടി റവട കഴിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ കഴിക്കുന്നത്, പുട്ടും മീൻകറിയാണ് ഞാൻ കഴിക്കുന്നത്. റവട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രാത്രിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. എനിക്കും കൂടെ ഉണ്ടാക്കി വെക്കാൻ പറയാം അമ്മനോട്, എന്നിട്ട് ഞാനത് രാത്രി കഴിക്കും. അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. നമ്മളോടൊപ്പം 11:30 എത്താൻ പറഞ്ഞത്. ഇറങ്ങണ നേരത്താണെങ്കിൽ നമുക്ക് മറ്റേ ആശാ വർക്കറൊക്കെ തരുന്ന ബുക്ക് ഉണ്ടല്ലോ പിള്ളേരുടെ, അതാണെങ്കിൽ കാണണില്ല. കുറേ നേരത്തെ തെരച്ചിലിൻ്റെ ഒടുവിലാണ് അത് കണ്ടെത്തിയത് കേട്ടോ. നമ്മളെവിടേക്കെങ്കിലും പോകാനായിട്ട് കറക്റ്റ് സമയത്തിനാവുന്നത് റയറാണ്. ആ സമയത്താണെങ്കിൽ എന്തെങ്കിലും ഒരു പൊല്ലാപ്പ് ഉണ്ടാവുകയും ചെയ്യും.
പിള്ളേരൊക്കെ അതേ വാരിക്കൂട്ടി വലിച്ചു കൂട്ടി. നമ്മളിവിടെ തൊട്ടടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. നമ്മൾ സാധാരണ പോണ ഹോസ്പിറ്റലിലല്ലേ ഇപ്രാവശ്യം പോയത്, അവിടെ തിരി തിരക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിസ്പെൻസറി പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ, അവിടെയാണ് ഉള്ളത്. അവിടെ ഡോക്ടറും വരും ആ സമയമാകുമ്പോൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പാറുവിൻ്റെ ഒരു അംഗനവാടി ഓർമ്മയായിട്ടാണ് പാറുവിന് വന്നത്. പിന്നെ ആൾക്ക് ഇത്തിരീശൊരു പേടിയൊക്കെ വന്ന് തുടങ്ങി. പേടിക്കണ്ട, സാറില്ല കേട്ടോ, എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. വെയിറ്റും ബാക്കി നമ്മുടെ ബുക്കിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഇനിയുള്ള ഇഞ്ചക്ഷനും വൈറ്റമിൻസൊക്കെ എപ്പോഴാണ് അതൊക്കെ നോക്കി. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഇതായിരിക്കുമല്ലോ. ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അടക്കി പിടിക്കും. ഞങ്ങളെല്ലാവരും വാരി പിടിച്ചൊക്കെ നിൽക്കും കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ കാട്ടായം കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. ഒരാൾ ജസ്റ്റ് എടുക്കണ പോലെ കാണിച്ചപ്പോൾ എല്ലാവരും ഇവർക്ക് എല്ലാവർക്കും ഉള്ള വൈറ്റമിൻ്റെ കൊടുത്തിട്ടാ. ഇവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവർ വായ തുറന്നു. കാശിക്ക് മിഠായി എന്ന് പറഞ്ഞിട്ടാണ്, മിഠായി കിട്ടുന്നുണ്ട്, മിഠായി വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ കാശി മിഠായി എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചു. അപ്പോൾ വലിയ 3 ആൾ അടക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഫോൺ എടുക്കട്ടെ. പാറുമോളെ ഓക്കെ കഴിഞ്ഞു. പരിപാടി എന്താ പരിപാടി? ഏത് നമ്പറിക്കാ കൊടുത്തിട്ടുള്ളത്? മറ്റേ നമ്പറിക്ക് ആദ്യം വായുടെ അറ്റത്തേക്ക് ഇട്. ആ ഇങ്ങനെ പിടിക്കുക. ആ ഗുളിക ഇറക്ക്, ഗുളിക ഇറക്ക്, ഇറക്ക് ഗുളിക. എടി എടാ വായല് ഗുളിക വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മിഠായി ഇങ്ങനെ കളിക്കരുത്. അറ്റത്ത് വെക്ക, വെള്ളം ഇറക്കാം. അല്ലോ അയിനു കാശി ഹായ് പറ. അയിനു കാശി ഈശ്വര കൊച്ചിന്റെ നെഞ്ചത്ത് കയറിക്കണ്. കാശി കുട്ട ഹായ് ഗായ്സ്. അപ്പൊ നമ്മള് മരുന്നൊക്കെ കുടിച്ചു, വൈറ്റമിൻ കുടിച്ചു. പാറിന് വൈറ്റമിൻ കിട്ടിയില്ല, കാരണം 5 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് വൈറ്റമിൻ ഇല്ലാന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ കഴിച്ചു. കാലുവേദന ഒന്നും ഇല്ലല്ലോ, പനിക്കുന്നില്ല. വയറിളക്കോ അല്ല പനി. വീട്ടിലെത്തി നമ്മളിതേ പിള്ളേർ പടിക്ക് ചോറുകളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പാറൂസിന് പനി വന്ന് തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ കാശിനെയും കൊണ്ടുവന്ന് പോകണം. അപ്പോൾ ഗോതമ്പ് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത്. അതുമലത്തെ കളിയാണ് കേട്ടോ. അതുമൽ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് വണ്ടിമേൽ ഇരുന്ന് കളിക്കുകയാണ്. എന്തെങ്കിലും ജസ്റ്റ് ട്രിപ്പ് അടിക്കും, അങ്ങനെ അവർ കഴിക്കും. അവരെ കഴിപ്പിക്കാൻ നല്ല പാടാണ് ഗേസ്. എന്താ പറയുക, നമ്മളോട് എല്ലാവരും പറയും നിങ്ങൾ ട്രൈ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ചെയ്യാത്ത അടവുകൾ ഇനി ബാക്കിയൊന്നുമില്ല. ഇതേ പാറൂസിന് കൊടുക്കണം, ഫുഡ് കൊടുക്കണം. കാശീനെ ഫുഡ് കൊടുത്തിട്ട് ജസ്റ്റ് സോഫയിലൊക്കെ എടുത്തിയപ്പോഴത്തേനും കാശി നല്ല ഉറക്കമായിട്ടോ. കുറച്ച് കഴിഞ്ഞ ഉറക്കത്തിൽ നേരിട്ടപ്പോഴത്തേനും നമ്മളിത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പാറൂസിന് ചെറുതായിട്ടൊന്ന് പനി തുടങ്ങിയിട്ടുണ്ട്, ആളൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക്
അവിടെ പോകണം, ഹോസ്പിറ്റലിൽ പോകണം കാശിക്കുട്ടനെയും കൊണ്ട്. അയിനുവിന് ചുമയുണ്ട്, അപ്പം അയിനുവിനെ കൊണ്ട് പോവാന്ന് വിചാരിച്ചത്. പക്ഷെ വലിയ ഡോക്ടറെ കാണിക്കേണ്ട അത്ര സീനില്ല. പിന്നെന്താണ്, കാശിക്കുട്ടനെ നമ്മൾ ഡോക്ടറെ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിക്കുട്ടൻ എത്ര ദിവസമായിട്ട് ഒരു 7 ദിവസം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഒരാഴ്ചക്ക് മുമ്പായിട്ട് കാശിക്കുട്ടനെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ ശൂശുള്ളിയപ്പോൾ ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും. പിറ്റേ ദിവസം നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതും അത് നമുക്ക് കാശിയുടെ തൊട്ടമണിമിൽ പഴുപ്പാണ് സംഭവം. അതായത് അവൻ്റെ ഇങ്ങനെ തൊലി ഇങ്ങനെ. അപ്പം ഞാനത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അമ്മമാർക്ക് ഇത് എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. ഇപ്പം ഗീത്തുവിനായാലും അറിയാത്തൊരു കാര്യമായിരുന്നു. അപ്പം പാറുവിന് എനിക്ക് ഉണ്ടായപ്പോഴും പാറുവിൻ്റെ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. ഇവൻ്റെ കാര്യങ്ങൾ അങ്ങനെ അറിയില്ലല്ലോ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ്റെ നമ്മുടെ മൊട്ടമണിമേൽ ഇവന്റെ മൊട്ടമണിയുടെ തൊലി കുറച്ചല്ല ഇത്രയ്ക്കോളം തുമ്പത്തേക്ക് ഇങ്ങനെ വന്ന് കിടക്കും. ഇത്തിരി കൂടുതലാണത്. അതായത് അന്നൂസിനുണ്ടെങ്കിലും അവരെക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പൊ നമ്മള് കുളിപ്പിക്കുന്നൊക്കെ സമയത്തായാലും വാഷ് ചെയ്യുമ്പോഴെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പ് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പൊ ഇതിൽ പോട്ട് അങ്ങനെ വാഷ് ചെയ്യാറുള്ളത് നമ്മള്. എന്താ പറയാ, അതിങ്ങനെ വല്ലാണ്ട് ബാക്കിക്ക് എടുത്തൊന്നും എനിക്ക് പേടിയാണ് ആക്ച്വലി. അപ്പൊ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെ തോലി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അതിങ്ങനെ അവന്റെ തോലി ഇങ്ങനെ ബാക്കിക്ക് പോരത്തില്ല, അങ്ങനെയാണ്. അപ്പൊ അവിടെ എന്താ പറയാ, ശരിക്കും ക്ലീൻ ആവാത്തോണ്ട് വന്നിട്ടുള്ളൊരു സംഭവമാണത്, പഴുപ്പാണത്. അപ്പൊ ഇപ്പോഴായിരിക്കില്ല, കുറേ നാളുകൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അത് ശരിക്കും ചെലം വന്നു തുടങ്ങി. അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. നമ്മള് അതായത് രാവിലെയും വൈകിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇരുത്തി നന്നായിട്ട് ബാക്കിലേക്ക് എടുത്ത് വാഷൊക്കെ ചെയ്ത് പോക്കിയാണ്. അപ്പൊ 7 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി പോവാണ്. ആദ്യം എനിക്ക് ഭയങ്കര ആൾക്കാർ ചോദിക്കും നമ്മുടെ വീട്ടിലപ്പോ വലിയ ആൾക്കാരില്ല പറഞ്ഞെന്നില്ലെന്നൊക്കെ ചോദിക്കും. സംഭവം അങ്ങനെയല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവള് അത് ഓരോരുത്തർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിലൊക്കെ ചെയ്ത് വന്ന് സപ്പോസ് ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അവൾക്ക് മൂത്ത കുട്ടീനെ നോക്കി പരിചയം ഉണ്ടല്ലോ എന്നുള്ള ലെവലില് ബാക്കിയുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ആൺകുട്ടിയായിരുന്നു നമുക്ക്. അപ്പൊ ആദ്യം പെൺകുട്ടീനെ നോക്കി പരിചയം ഉണ്ടല്ലോ, ഒരു കുട്ടീനെ നോക്കി പരിചയം നല്ല രീതിയിൽ കുളിപ്പിക്കാനും ഇതൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിൽ ആരും കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവളുടെ ഒരു ഭയം കൊണ്ട് അത് മുഴുവനും ആയില്ല. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നവർ കൊടുത്തായിരുന്നെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞ വേറെ ഒന്നല്ല, നമ്മളിതിപ്പോൾ ഈ ഓപ്പണായിട്ട് പറയാൻ ഉണ്ടായ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫാമിലീസിൽ ഈ ഫ്ലാറ്റ് ജീവിതവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അണുകുടുംബങ്ങളാണല്ലോ ഇപ്പോൾ കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ അറിവില്ലായ്മകളുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് പോട്ടെ, അതായത് അറിവുള്ളവർക്ക് ഓക്കെ, അറിവില്ലാത്തവർക്ക് ഇതൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഡോക്ടർ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല. ചെറുപ്പത്തിലേ തുടങ്ങി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പുവെള്ളത്തിൽ നമ്മൾ തൊട്ടിയൊക്കെയില്ലേ, തൊട്ടിയിലൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ ഇരുത്തിയിട്ട് നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് ആ തൊലി പുറകിലേക്ക് ആക്കണം. അതങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇപ്പം ഈ പറയുന്ന പോലെ മുസ്ലിം സമ്പ്രദായത്തിലുള്ള പോലെ തന്നെ അതിന് നല്ലൊരു അഭിപ്രായം, അതിനോട് ഞാൻ യോജിക്കുന്നൊരു സംഭവം തന്നെയാണ്. ആ ഒരു സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ സുന്നത്ത് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട്. അതിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ മുസ്ലിം സമുദായം തന്നെയല്ല, ബാക്കി എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ അത് ചെറുപ്പത്തിൽ ചെയ്യുന്നവരുണ്ട്. കാരണം അത് പിന്നീടുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടിയിരിക്കും മേ ബി അവരത് ചെറുപ്പത്തിൽ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളുടെ ചെറിയൊരു അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് മൂലമായിരിക്കും നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ എന്താ വെച്ചാൽ അതുപോലെ ശ്രദ്ധിക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആദ്യം ഡോക്ടർ നല്ലോണം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കാശിക്കുട്ടന്. ഇപ്പം അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്നാലും കുറച്ചധികം നാൾ 2 നേരം ഉപ്പിലിട്ടിട്ട് നന്നായിട്ട് തൊലി ബാക്കിലോട്ടാക്കണം. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ കരയുകയും ചെയ്യും. എനിക്കിത് കാണുമ്പോഴും ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മൾ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇപ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഭയങ്കരമായിട്ട് ആ തൊലി ബാക്കിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബാക്കിക്ക് എടുത്ത് കാണിച്ചു തന്നു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ മറഞ്ഞു നിന്നായിരുന്നു. ഇപ്രാവശ്യം ഡോക്ടറിനോട് പറഞ്ഞു, അമ്മയാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്.
ഞാനത് കണ്ടു. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പോയത് സൂചി നൂലിലാണ്. ഇപ്പോൾ വിചാരിക്കും ഈ ചേച്ചിക്ക് ഏത് നേരം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനേ നേരമുള്ളൂ എന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഫെബ്രുവരി ലാസ്റ്റത്തെ കുറച്ച് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇപ്പോഴേ അവളക്കയിൽ കൊണ്ടു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവളക്കയിൽ തിരക്കായി അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ അവളെ കൊണ്ടു കൊടുക്കും. ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പത്തേക്ക് വേണ്ട സാധനം ഇപ്പം കൊണ്ടുകൊടുത്താൽ ഒരു രക്ഷയില്ല. അപ്പോൾ 2-3 ചാക്ക് സാധനം നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അത് പിന്നെ എന്താ പറയുക വേറെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടൻ്റെ കുഞ്ഞ് വിഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴത്തേനും മിഠായിയൊക്കെ കൊടുത്ത് അച്ഛൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പോയി വന്നപ്പോൾ അതിന് അച്ഛൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചത് നിനക്ക്? അമ്മയ്ക്ക് തന്നൊരു കടി. കാശി അമ്മയ്ക്കൊരു കടി. നീ എവിടേക്ക് കൊമ്പത്തേക്ക് കയറ്റി കൊണ്ടോട്? അമ്മയ്ക്ക് താടാ താടാ കാലിലിടിക്കും നിന്റെ ഒരു കഷ്ണം അമ്മയ്ക്ക്. താടാ തരില്ല? തരൂ അമ്മയ്ക്ക്? തരുമോ? കാശി കാശി അച്ഛക്കോ? അച്ഛൻ മിഠായി തന്നില്ലേ? അച്ഛക്കിതാ അച്ഛക്ക് പാപ്പം കൂടെ പോന്നു. അച്ഛക്കിതാ. അച്ഛനല്ല ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാലല്ലോ. എനിക്ക് ഇത്ര നേരം തന്നിരുന്നു. ഭാസ്കര ഒരു കഷ്ണം താടാ. പണ്ട് കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേനും പാറുന് ഭയങ്കര പനി. എനിക്ക് കുട്ടീനെ തൊടാനേ പറ്റണ്ടായില്ല. അവളാണെങ്കിൽ അമ്മ 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 എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. വാശി എന്നെ വിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഓർമ്മയിൽ പോലും പാറുന് കുഞ്ഞിലേ ഇങ്ങനെ പനി വന്നിട്ടുള്ളൂ. കുട്ടിയുടെ ചുണ്ടൊക്കെ അങ്ങോട്ട് ചോരച്ച് കാലം എനക്കുന്നുണ്ടായില്ല. ഫുൾ കരച്ചിലായിരുന്നു പാറു. ഇത്രയും എഫക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ എടുക്കാനൊന്നും നിന്നില്ലായിരുന്നു. കാരണം എനിക്ക് കുട്ടിയുടെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കൾക്ക് അവസ്ഥ ഒക്കെ എങ്ങനെയായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കാലിൽ ഒവിന് വെച്ച് നടക്കാൻ തുടങ്ങിയത് കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ പാറൂസിന് ഭയങ്കര ഏന്തലും കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത്. വൈകുന്നേരം ആയപ്പോഴത്തേനും ഭയങ്കര ഡള്ളായിരുന്നു എല്ലാം കൊണ്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായി എന്ന് വെക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് നമ്മളോട് പറയാനുണ്ടെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം കമൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.